എന്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടി നിന്ന് പോകും. നിന്റെ കാര്യമായ പണിയാണ്, വീട്ടിന്റെ പണിയും വാങ്ങിച്ച് നീ ആകും ഒന്നുമില്ല. ഹായ്, നമസ്കാരം. അപ്പോൾ ബിഗ് ബോസിലുള്ള രജിത് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണുസുതി ഒന്ന് ഉപദേശിക്കുകയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അങ്ങ് തുള്ളിച്ചാടിപ്പോവും. അവരുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അവർ വൈറലാകാനുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതും മോള് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അത് വലിയ നഷ്ടത്തിലോട്ട് പോകും എന്നുള്ള രീതിയിലാണ് ആളൊരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കേട്ടപ്പോൾ ആളങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ ഒരു പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പോസ്റ്റ് ഞാനിവിടെ വായിക്കും കേട്ടോ. ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. മൾട്ടിവിഷൻ ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ രേണു, ഒരിക്കൽ നീ പൊട്ടി കരയുന്നത് ഞങ്ങൾക്ക് കാണേണ്ടി വരും. മോളെ, അറുക്കാൻ വളർത്തുന്ന മാടിനെ തീറ്റിക്കുന്നത് ഒരിക്കലും സ്നേഹം കൊണ്ടല്ലെന്ന് നീ മനസ്സിലാക്കണം. അധികം വൈകാതെ തന്നെ അവരുടെ വാക്കത്തിക്ക് നീ ഇരയാകും. ഒന്നും വേണ്ടായിരുന്നു എന്ന് അന്ന് നിനക്ക് തോന്നും. അപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരിക്കും. നിന്റെ വീഡിയോകളിലെ നിഷ്കളങ്കമായ പെരുമാറ്റം കണ്ട് സങ്കടം തോന്നിയിട്ടാണ് ഇങ്ങനൊരു കുറിപ്പ് ഞാൻ എഴുതുന്നത്. നിനക്ക് ഞാനിപ്പോൾ പറയുന്നത് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. എന്നാലും പറയാതെ ഇരിക്കാൻ എനിക്ക് നിവർത്തിയില്ല മോളെ. ഈ ലോകം എന്താണെന്ന് മനസ്സിലാകാത്ത ഒരു പൊട്ടിപ്പെണ്ണാണ് നീ. അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ഫെയിമിന് പുറത്ത് മതി മറന്ന് നടക്കുന്നവൾ. കറക്റ്റാണ്. കാരണം വെച്ചാൽ ആൾക്കറിയില്ല പുറത്തെന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്തായാലും അത് രജിത് കുമാർ തന്നെ പറഞ്ഞൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു വ്യക്തിക്ക് തന്നെ കൊണ്ട് മറ്റുള്ളവർ വരട്ടേന്നേ വിമർശിക്കട്ടേന്നേ, നമുക്ക് എന്നാന്നേ വിമർശിച്ചു. നമ്മളെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ. അവർ ഞാൻ എന്ത് ചെയ്താലും അത് വിമർശിക്കട്ടേന്ന്. കാരണം നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ. എന്നെ വന്ന് ഞാനത് പലപ്പോഴും പറഞ്ഞു, എന്നെ വന്ന് ഇങ്ങനെ ഞുള്ളിപ്പറിച്ച് എനിക്ക് വേദനയായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിന് എനിക്ക് ഒന്ന് കല്ലാന്ന് തോന്നുന്നു. സോ എനിക്കൊരു വേദനയില്ല, ഒരു ചമ്മലുമില്ല, ഒന്നുമില്ല, ഒരു വികാരം. ഈ ഒരു നെഗറ്റീവ് കമൻറ്റ്സ് കൊണ്ടോ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ എന്നെ തളർത്താമെന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും, ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് എല്ലാവരും ഒറ്റ വാക്കി പറയാം, രേണുസുതി ഇനി നിങ്ങളുടെ എന്തൊക്കെ പറഞ്ഞാലും ഒരു തുള്ളി പോലും വിഷമിക്കത്തില്ല. കാരണം എൻ്റെ മനസ്സ് കല്ലാണ്. സോ നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ വന്ന് എന്നെ തല്ലിയ എനിക്ക് വേദനിക്കും. അന്ന് പറഞ്ഞാൽ തല്ലാ വരില്ല കേട്ടോ. ഞാൻ ആകെ ഇച്ചിരി ഉള്ളൂ, ചത്തുപോകും തല്ലിയ. വേദനയോ ഒരു വിഷമോ ഒരു വികാരം പോലും ഇല്ലെന്നാണ് പറയുന്നത്. എന്തായാലും പറയുന്ന ആൾക്കാരൊക്കെ മണ്ടന്മാരാണ്. അവർ ചെയ്യുന്ന മാത്രമാണ് ശരി എന്നുള്ള രീതി തന്നെയാണ് ആളുടെ പോക്ക്. വൈറലാകുന്ന പരിപാടിയും പണം ഉണ്ടാക്കുകയാണ് എന്നുള്ളൊരു കാര്യം ആൾ മനസ്സിലാക്കി എടുക്കുന്നില്ല. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. മോളെ, ഇന്ന് നീ കാണിക്കുന്നതിനെല്ലാം പിന്തുണയുമായി നിന്റെ കൂടെ കൂടിയവർ ആരും നിന്നെ സ്നേഹിക്കുന്നവരല്ല, മറിച്ച് മോശമെന്ന് നീ കരുതുന്ന വിമർശകർ എന്ന് നിന്നാൽ വിളിക്കപ്പെടുന്നവരാണ്. യഥാർത്ഥത്തിൽ നിന്നെ സ്നേഹിക്കുന്നവർ ഏതെങ്കിലും ഒരു രേണു എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ ഈ വിമർശനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ലായിരുന്നു. എന്നാൽ തങ്ങളേറെ സ്നേഹിച്ച കൊല്ലം സുധിയുടെ ഭാര്യ രേണുസുതി തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ പറയും അത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, മറിച്ച് സ്നേഹം കൊണ്ടാണ് എന്ന് നീ മനസ്സിലാക്കണം മോളെ. കറക്റ്റാണ് കേട്ടോ. ഒന്നും അറിയാത്തൊരു ചേച്ചി തന്നെയാണ് ഈ രേണുസുതി. ആ സുധി ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ കുറേയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു, ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷേ ഈ ചേച്ചിയെ മുതലെടുത്തിട്ട് തന്നെയാണ് ഓരോ വ്യക്തികളും ഇന്ന് ഈ ലോകത്ത് കാണിക്കുന്ന കോപ്രായങ്ങൾ. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാണ്ട് എന്തോ കിട്ടാത്ത കാര്യങ്ങൾക്ക് നമ്മൾ കയറുമ്പോഴത്തേക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. അത് കിട്ടിയപ്പോൾ ആൾക്ക് എനിക്ക് രക്ഷപ്പെടാനുള്ളൊരു കച്ചിത്തുരുമ്പ് കിട്ടുമല്ലോ എന്നുള്ളൊരു മനസ്സിനകത്തുള്ളൊരു സന്തോഷം, അത് തന്നെയാണ് ആൾ ഇപ്പോൾ കണ്ടത്. പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നവരൊക്കെ ഈ രേണുസുധിയെ സ്നേഹിച്ചവരാണ് എന്ന് മാത്രം ഓർക്കുന്നില്ല. പറയുന്നവരൊക്കെ എന്തോ മോശം കണ്ടിട്ട് പറയുന്നതാണ് എന്നൊക്കെയാണ് ആളുടെ ഒരു തെറ്റിദ്ധാരണ. സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത് തന്നെ, ഒരുപാട് പേരുണ്ട്. ഇല്ലാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ സുധി ചേട്ടനെ സ്നേഹിച്ചതുപോലെ തന്നെ ഈ രേണുസുധിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ മറ്റുള്ളവർ ചതിക്കുകയാണ്. കൂടെ നിൽക്കുന്ന ഒരാൾ പോലും സ്നേഹിക്കുക അല്ല എന്ന് മനസ്സിലാക്കുന്നില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്രതീക്ഷിതമായി ചിറക് ലഭിച്ച ഈയാൻ പാറ്റയെ പോലെയാണ് ഇന്ന് നീ. മിന്നിത്തിളങ്ങുന്ന വെളിച്ചം കണ്ട് നൃത്തം വെക്കാൻ പറന്നു നടക്കുന്നവൾ. എന്നാൽ നിന്റെ ചിറകുകൾക്ക് അല്പായുസേ ഉള്ളൂ എന്ന് നീ മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം എന്ത് കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് കൊല്ലം സുധി എന്ന ചെറുപ്പക്കാരൻ കഷ്ടപ്പെട്ടും തൻ്റെ കഴിവ് കൊണ്ടും നേടിയെടുത്ത പേരിന് പുറത്തുള്ള പ്രശസ്തി മാത്രമാണ് ആ ചെറുപ്പക്കാരൻ്റെ ആകെയുള്ള സമ്പാദ്യം. ഊറ്റി കുടിക്കാൻ നടക്കുന്ന മൂട്ടകളാണ് ഇപ്പോൾ നിന്റെ കൂടെ കൂടിയിരിക്കുന്നത്. അർഹതയില്ലാതെ കിട്ടുന്ന ഒന്നിനും അധികകാലം നിലനിൽപ്പുണ്ടാകില്ല മോളെ. തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാരും ഓരോ വീഡിയോസിലൂടെയും അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആർക്കും മനസ്സിലാകുന്നില്ല. ഈ കൂടെ നിൽക്കുന്നവരൊക്കെ ചതിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ പോക്ക്. സിനിമ എന്നൊക്കെ പറഞ്ഞത് നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ കയറി പറ്റാവുന്ന ഒന്നല്ല മോളെ. തഴക്കവും പഴക്കവും വന്നവർ പോലും പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുന്ന ഒരു മേഖലയാണത്. ശരീരഘടന മുതൽ അഭിനയ മികവ് വരെ അളക്കുന്ന ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് അവിടെ. അതൊന്നും നിന്നെക്കൊണ്ട് പറ്റില്ലെന്ന് മനസ്സിലാക്കാത്തത് ഒരു പക്ഷെ നിനക്ക് മാത്രമാകും. ഇന്ന് നിനക്ക് കിട്ടിയ കുപ്രസിദ്ധി നിന്നെക്കൊണ്ട് കോമാളി കളിപ്പിച്ച് കൂടെയുള്ളവർ നേടിത്തന്നതാണ്. ഓരോ കാര്യങ്ങളും ആ ഒരു കുറിപ്പിലൂടെ വ്യക്തമായിരിക്കുന്ന. ഇനിയെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ചതിയന്മാരാണ്. നിങ്ങളെ വെച്ച് മുതലെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ മാത്രമാണ്, അല്ലാണ്ട് വേറെ ആരും.
പറയാനുള്ളത് പലരും പല വീഡിയോസിലൂടെയും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാൻ ചേച്ചിക്ക് തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും മനസ്സിലായി വരുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിരിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ള യൂട്യൂബേഴ്സ് എല്ലാവർക്കും ചേച്ചിയോടാണെങ്കിലും പറയാനുള്ളത്. ആ 2 കുട്ടികൾ വളർന്നു വരികയാണ്. കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ആകുമ്പോഴത്തേക്ക് ആ പിള്ളേർക്ക് നാണക്കേടാവും. തൻ്റെ അമ്മ ഇതുപോലെ മറ്റുള്ളവരുടെ കോമാളിത്തരത്തിൽ നിൽക്കണമെന്നുണ്ട് എന്ന് കാണുമ്പോഴത്തേക്ക് അവർക്കൊരു പുച്ഛം തോന്നും. അതിനുള്ള വഴി വരുത്തരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. തരത്തിനുണ്ട് അവർക്ക് വൈറലാകാൻ വേണ്ടിയിട്ടാണ് ഒരു കച്ചിത്തുരുമ്പായിട്ട് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ആ ഒരു സമയം കഴിയുമ്പോൾ അവരങ്ങ് വേസ്റ്റായിട്ട് മാറ്റിയിടും. അങ്ങനെയുള്ള പരിപാടികളാണ്. പെട്ടെന്ന് നമ്മൾ സിനിമയിൽ കയറി പറ്റാമെന്നുള്ളൊരു മേഖല അല്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിന് കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നിസ്സാരമായിട്ട് ഓരോരുത്തർക്ക് സിനിമയിൽ കയറാൻ പറ്റില്ല. ചിലർ ഇൻസ്റ്റാഗ്രാം വഴി വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കാം അവർ ചെറിയൊരു സീനിൽ പോലും എത്തുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്രയേ ഉള്ളൂ. 2 മക്കളാണ് വളർന്നു വരുന്നത് എന്നുള്ളൊരു ചിന്ത മാത്രം ഉണ്ടായിരുന്നാൽ അത്രയും